പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഈ സമയത്ത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. വീണ്ടും ഒരു ദിവസം കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ, വായിക്കാൻ ദൈവം തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം. ഇത് ദൈവത്തിൻ്റെ നിശ്വാസമാണ് എന്ന് നമ്മൾ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു. ദൈവവചനം ദൈവനിശ്വാസമാണ്, ദൈവനിശ്വാസിതമാണ്, ദൈവം നിശ്വസിച്ചതാണ്. ദൈവത്തിൻ്റെ പ്രാണൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വാക്കും ശ്രദ്ധിച്ച് നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ ആ നിശ്വാസം നമ്മിലേക്ക് വീശുന്നത്, ദൈവശ്വാസം നമ്മുടെ മുഖത്തടിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഗൗരവത്തോടെ വചന പഠനത്തിലേക്ക് കടക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 31 വരെയാണ് നമ്മളിതുവരെയും മനസ്സിലാക്കിയത്. ഇനി 32 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. തനിക്ക് സംഭവിക്കാനിരിക്കുന്ന അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇത് പീഡാനുഭവത്തിൻ്റെ 3-ാമത്തെ പ്രവചനമാണ്. നമ്മൾ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും പ്രവചനം കണ്ടപ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്. അതായത് ഈശോ പ്രവചിക്കും, തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈശോ പറയും. അപ്പോൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് അടുത്തത്? ശിഷ്യന്മാർ ഓപ്പോസിറ്റായിട്ട് പ്രതികരിക്കും. അതായത് എന്താണ് ഈശോ താൻ സഹിക്കാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു, ഇല്ലാതാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിക്കും. അപ്പസ്തോലന്മാർ പത്രോസ് മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങും. അപ്പോൾ ഈശോ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച് പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ തടസ്സം പറയും, അല്ലെങ്കിൽ അതിന് വിപരീതമായ കാര്യങ്ങൾ അപ്പസ്തോലന്മാർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് പ്രവചനം, 2 അതിനോടുള്ള നെഗറ്റീവ് റെസ്പോൺസ്. അപ്പോൾ ഈശോ എന്ത് ചെയ്യും? ഇത് ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരവസരമായിട്ട് മാറ്റും. ഇതായിരുന്നു പാറ്റേൺ. അപ്പോൾ നമ്മൾ ശിഷ്യത്വത്തെ സംബന്ധിച്ച് അങ്ങനെ 2 പ്രബോധനങ്ങൾ കണ്ടു. പശ്ചാത്തലം ഏതാണ്? പീഡാനുഭവത്തെ സംബന്ധിച്ച് പ്രവചിച്ചപ്പോൾ ശിഷ്യന്മാർ അതിനോട് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈശോ അവരെ പഠിപ്പിച്ചു, ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അപ്പോൾ ഈശോ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അങ്ങനെയാണെങ്കിൽ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിക്കുന്ന 3-ാമത്തെ പ്രവചനമാണെങ്കിൽ ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന 3-ാമത്തെ പ്രവചനം കൂടിയാണിത്. അപ്പോൾ ഡിസൈപ്പിൾഷിപ്പിൻ്റെ 3rd ടീച്ചിങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ 3 ടീച്ചിങ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു വന്നതാണ്, അങ്ങനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശിഷ്യത്വത്തെ സംബന്ധിച്ച് കർത്താവ് വീണ്ടും പഠിപ്പിക്കാൻ പോവാണ്. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മർക്കോസിന് കൃത്യമായിട്ട് പറയാൻ പോവാണ്. ഇത്രയും നാൾ വഴി 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 എന്നേ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ കൃത്യമായിട്ട് പറയുന്നു, ജെറുസലേമിലേക്കുള്ള വഴിയെ. അപ്പോൾ ഈ വഴി നമ്മൾ ജിയോഗ്രഫി നമ്മുടെ മനസ്സിലുണ്ട്. അവർ താഴെ ഗലീലിൽ നിന്ന് നടന്ന് ടോപ്പ് ഹില്ലിൽ ചെന്നു. കേസറിയ ഫിലിപ്പി, അത് ആ മലയടിവാരമാണ്. അവിടെ നമ്മളാണ് ഈ പാൻ എന്ന് പറയുന്ന ദേവൻ്റെ അമ്പലം, അതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്, കേസറിയ ഫിലിപ്പി. അപ്പോൾ ഈ ടോപ്പ് ഹില്ലിലേക്ക് ചെന്നു. ഇനി അവിടുന്ന് ഡൗൺ ദ മൂവ്മെൻറ്റ്, താഴോട്ട് വരികയാണ്. അങ്ങനെ വന്നാണ് ഈ 10-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അവൻ യൂദയാ പ്രദേശങ്ങളിൽ എത്തിയെന്ന് പറയുന്നു. അങ്ങനെ താഴെ വന്നതിന് ശേഷം എപ്പോഴും ബൈബിളിൽ ജെറുസലേമിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് ദേ വെൻറ്റ് അപ്പ്
ടു ജെറുസലേം എന്നാണ്. എപ്പോഴും ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവർ ജെറുസലേമിലേക്ക് ഉയരങ്ങളിലേക്ക് പോയി എന്ന അർത്ഥത്തിൽ ആ വാക്ക് എപ്പോഴും ഉപയോഗിക്കും. കാരണം ജെറുസലേം എപ്പോഴും മുകളിലാണ്, ഹോളി സിറ്റി മുകളിലാണ്. അപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ ഉയർന്ന സ്ഥലത്തേക്ക് അവർ വീണ്ടും യാത്ര ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നു, താഴെ എത്തി, ഇനി ഇവിടുന്ന് വീണ്ടും ദേ ആർ ഗോയിങ് അപ്പ് ടു ദ ഹിൽ, അപ്പ് ടു ജെറുസലേം, അങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ യാത്ര ജെറുസലേമിലേക്കാണ്. ക്രിസ്ത്യാനിയുടെ യാത്രയോ സ്വർഗീയ ജെറുസലേമിലേക്കാണ്. അപ്പോൾ ഈ ക്രിസ്തീയ മാർഗം വഴിയാണിപ്പോൾ പറയുന്നത്. ക്രിസ്തു മാർഗം ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ യാത്ര ജെറുസലേമിലേക്കാണ്, സ്വർഗീയ ജെറുസലേമിലേക്ക്. അപ്പോൾ ആ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ നാം സൂക്ഷിക്കേണ്ട ധർമ്മബോധം അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ മനുഷ്യരെ കാണണം, എങ്ങനെ ആളുകളോട് ഇടപഴകണം, ഏത് രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന സ്ഥാനമാനങ്ങളെ കാണണം, ഇതെല്ലാം ഈശോ ശിഷ്യത്വത്തിൻ്റെ വിവിധങ്ങളായ ഡയമെൻഷൻസ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ക്രിസ്തു മാർഗം, ക്രിസ്തുവിൻ്റെ വഴി, ക്രിസ്ത്യാനിറ്റി ഈസ് എ ജേണി, യാത്രയാണത്. യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമിൽ മഹത്വത്തിലേക്കുള്ള ആ യാത്രയിൽ നിശ്ചയമായും സഹനങ്ങളുണ്ട്. ഇതൊരു സഹനയാത്രയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ സഹനം വരുമ്പോൾ, ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഞാനിതാ മരിക്കാൻ പോവാണ്. ഉടനെ പത്രോസ് എന്ത് പറഞ്ഞു? വെൽ ഡൺ, ഞങ്ങളുണ്ട് കൂടെ. അങ്ങനെ പറഞ്ഞില്ല. യേശു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസ് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് നമ്മൾ പത്രോസിനെ കുറ്റപ്പെടുത്തും. പക്ഷെ എവിടെയാണ് ഈ പത്രോസ്? ബൈബിളിനകത്തല്ല. ഈ പത്രോസ് നമ്മുടെ അകത്തുണ്ട്. മനസ്സിലാവുന്നില്ലേ? കർത്താവ് നമ്മളോട് സഹിക്കാൻ പറയുമ്പോൾ സഹനം വേണ്ട എന്ന് പറയുന്നൊരു പത്രോസ് നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. ആ പത്രോസ് തടസ്സം പറയും. അപ്പോൾ കർത്താവ് പറയും, ഇല്ല, മഹത്വീകരണത്തിലേക്ക് പോകണമെങ്കിൽ, സ്വർഗീയ ജെറുസലേമിൽ ഈ യാത്ര അവസാനിക്കണമെങ്കിൽ അത് ഈ സഹനത്തിൻ്റെ വഴിയെ മാത്രമേ നിനക്ക് പോകാൻ പറ്റൂ. തിമോത്തിയോട് പൗലോസ് അപ്പോസ്തലൻ പറയും, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. സഹിക്കാനുള്ള അനുഗ്രഹം. അപ്പോൾ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നത് അനുഗ്രഹമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കുന്നത് അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാനുള്ള ബ്ലെസ്സിങ്. പക്ഷെ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ സഹിക്കാൻ പറ്റിയ ഒരു റിസോഴ്സ് നമുക്കില്ല. എന്താ കാര്യം? ജഡം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? സുഖമാണ്. ജഡം ആഗ്രഹിക്കുന്നത് സുഖമാണ്, അല്ലേ? ജഡം ആഗ്രഹിക്കുന്ന 3 കാര്യമാണ്. എന്തൊക്കെയാ? 1 ഭക്ഷണം, 2 ഉറക്കം, 3 സുഖം. അപ്പം ഈ സുഖം ആഗ്രഹിക്കുന്ന ജഡം സഹിക്കാൻ തയ്യാറല്ല. സഹിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ജഡം എപ്പോഴും തടസ്സം പറയും. സഹിക്കാൻ പറ്റില്ല എന്ന് പറയും, എനിക്ക് ആവില്ല എന്ന് പറയും, ഞാൻ ചെയ്യില്ല എന്ന് പറയും. ആ ആവില്ലെന്ന് പറയുന്ന ജഡമാണ് ആര്? പത്രോസ്. ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഈ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതേ എന്തുകൊണ്ടെന്നറിയാമോ? നിനക്കിത് സംഭവിച്ചാൽ ഞങ്ങൾക്കും ഇത് സംഭവിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിനക്കിത് വരാതിരിക്കട്ടെ എന്ന് പറയുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്കിത് വരാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഈശോ പക്ഷെ പറയുകയാണ്, ഈ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകണമെങ്കിൽ, മഹത്വത്തിലേക്ക് കയറണോ, സഹനമല്ലാതൊരു വഴിയില്ല. അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ, നമുക്കാണെങ്കിലും ഇപ്പോൾ സഹനം വരുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടും, പ്രയാസമാണ്, സങ്കടമാണ്. പക്ഷെ ഒരു കാര്യം, ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് 10 മിനിറ്റ് ചാപ്പലിലിരിക്കുക, പള്ളിയിലിരിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു തരും, പിന്നെ എന്ത് വഴിയാണ് നീ പ്രതീക്ഷിച്ചിരിക്കുന്നത്? പിന്നെ എന്താണ് നീ പ്രതീക്ഷിക്കുന്ന വഴി? ഇതേ ഉള്ളു വഴി, വേറെ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. മഹത്വത്തിന് മറ്റൊരു വഴിയില്ല. 3 തവണ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ്, ഇതാ ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. എന്നിട്ട് വായിച്ചേ 32, അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു, യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അത് ഭയങ്കര എലഗൻ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. എന്തെന്നറിയാമോ?
അവൻ നടക്കാത്തൊരു വഴി അവൻ നമ്മളോട് നടക്കാൻ പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അവൻ പോകാത്തൊരു വഴിയിലൂടെ പോവാൻ അവൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് അവൻ്റെ വിശ്വസ്തത. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നവർ എന്നതിനേക്കാൾ ജോലി ചെയ്യിക്കുന്നവരാണ്. മനസ്സിലാവുന്നില്ലേ? നമ്മൾ ജോലി ചെയ്യുന്നവർ എന്നതിനേക്കാൾ ജോലി ചെയ്യിക്കുന്നവരാണ്. പക്ഷെ അവൻ അങ്ങനല്ല. അവൻ ജോലി ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഞാൻ ചെയ്ത പോലെ ചെയ്യുക, ഞാൻ നിങ്ങളുടെ കാല് കഴുകിയ പോലെ നിങ്ങൾ കഴുകുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ പോകാത്തൊരു വഴിയിലൂടെ പോകാൻ അവൻ പറയില്ല. അവൻ പറയുകയാണ്, ഞാൻ പോയതാണിതിലെ. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ, അവൻ അവർക്ക് മുമ്പേ നടന്നു. നമുക്കൊരു വലിയ ഉറപ്പുള്ള എന്തെന്നറിയാം, ജീവിതത്തിലെ ഏത് സഹനം നമ്മളെ തേടിയെത്തിയാലും ഇങ്ങനെ കണ്ണടച്ചാൽ അതിന് മുമ്പേ അവൻ നടന്നത് കാണാം. ഇപ്പം ജീവിതത്തിലെ ഏത് സഹനം, നമുക്ക് എന്ത് സഹനം വരട്ടെ, അത് വരുമ്പോൾ നമുക്ക് ഷോക്ക്ഡ് ആവും, നമുക്ക് പ്രയാസമാവും. പക്ഷേ കണ്ണടച്ചാൽ അവൻ അതിന് മുമ്പേ നടന്നത് കാണാം. എന്നിട്ട് അവൻ തിരിഞ്ഞ് നിന്നിട്ട് സൈറ്റ് അടിച്ച് കാണിക്കും, എന്നിട്ട് വരാൻ പറയും. എന്നിട്ട് അങ്ങനെ കാണിച്ചിട്ട് തിരിച്ചു വരാൻ പറയും, പോരാൻ പറയും. അപ്പോൾ അതാണ് അതുകൊണ്ട് നമുക്കൊരു വലിയ ഉറപ്പാണ്. സഹനം വരുന്ന സമയത്ത് നമുക്കത് ഉറപ്പാണ്. ഇനി അത് ശരിക്കും യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ. അതായത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. 1 യോഹന്നാൻ 2:6, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നു? അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കും. അപ്പം ഈശോ പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഞാൻ നടന്നതാണ് വഴി. അങ്ങനെ നടന്നാലേ നിങ്ങൾ ഈ സ്വർഗീയ ജെറുസലേമിലെത്തും. ശരിക്കും അത് മനസ്സിലാക്കണം. അതായത് ഞാൻ ജീവിച്ചതാണ് മഹത്വത്തിലേക്ക് പോകാനുള്ള വഴി. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരു ഗത്സമനിയുണ്ട്, എനിക്ക് ഒരു കാൽവരിയുണ്ട്, എനിക്ക് ഉത്ഥാനത്തിൻ്റെ ഒരു ദിവസമുണ്ട്, എനിക്ക് ഒരു സ്വർഗാരോഹണമുണ്ട്, എനിക്ക് ഒരു മഹത്വീകരണമുണ്ട്. ഇതല്ലാതൊരു വഴിയില്ല. മനസ്സിലായോ? നമുക്ക് ഉത്ഥാനം മതി, മരിക്കാൻ വയ്യ. മരിക്കാതെ എങ്ങനെ ഉയർക്കും? മരിച്ചാലേ ഉയർക്കൂ, ഉയർത്താലേ മഹത്വപ്പെടൂ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇപ്പോൾ പറയാൻ പോവാണ്. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോവാണ്. എന്നിട്ട് അവൻ മുമ്പേ നടന്നു എന്നാണ് പറയുന്നത്. ഒരു രാജാവിനെ പോലെ നടക്കുകയാണ്. ഇനി ഇത് കഴിയുമ്പോണ്ടല്ലോ അപ്പോസ്തലന്മാരുടെ ഒരു പ്രതികരണമുണ്ട്. അതായത് മർക്കോസ് എടുത്തേ 10:32, അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു, അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെട്ടു. 2 പ്രതികരണമാണ്. 1 വിസ്മയിച്ചു, 2 ഭയപ്പെട്ടു. എന്താ കാര്യം? അവർ വിസ്മയിച്ചു, ഭയപ്പെട്ടു. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടൊരു ഭാഗത്ത് ജനം അവനെ കണ്ടപ്പോൾ വിസ്മയിച്ചു എന്ന് പറയുന്നുണ്ട്. എപ്പോഴെന്നറിയാം? താബോർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടപ്പോൾ അവർ വിസ്മയിച്ചു. ആ വിസ്മയിച്ചതിൻ്റെ കാരണം തേജസ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതാണ് വിസ്മയിച്ചതിൻ്റെ കാര്യം. അപ്പോൾ വിസ്മയിച്ചത് ഇവിടെയും അതേ കാരണം കൊണ്ട് തന്നെയാണ്. ഈ മരിക്കാനാണ് പോകുന്നത് എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഭാവം മാറി. കർത്താവ് അങ്ങ് മാറി, കർത്താവ് അങ്ങ് വേറൊരു രൂപത്തിലായി. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ വിസ്മയിച്ചു. ഇതാരാണെന്ന് അവർ വിസ്മയിച്ചു. മനസ്സിലായി? ഒരാൾ സഹിക്കാൻ അങ്ങോട്ട് തയ്യാറായി കഴിഞ്ഞാൽ അയാൾ വേറൊരു തേജസ് വെളിപ്പെടും. വേറൊരു ലെവലാണ് പിന്നെ തേജസ്. അപ്പോൾ ആ തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു, അതിശയിച്ചു, ആശ്ചര്യപ്പെട്ടു. ഭയപ്പെട്ടത് എന്തിനാ? അവർക്കറിയാം ജെറുസലേമിൽ എന്താ കാത്തിരിക്കാൻ പോന്നേ? മരണമാണ്. അവർ പേടിച്ചു. ഈ പോക്ക് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു, പേടിച്ചു. ഈ അധ്യായം തീരുമ്പോൾ കർത്താവ് ജെറുസലേമിലേക്ക് കയറാൻ പോവാണ്. ഓശാനയാണ്, കയറാൻ പോവാ. അതിനു മുമ്പുള്ള ലാസ്റ്റ് റൗണ്ട് യാത്ര നടത്താൻ പോവാണ്. അപ്പോൾ കർത്താവ് തീരുമാനിച്ചുറപ്പിച്ച് പോകുമ്പോൾ അവർ വിസ്മയിച്ചു, അതിശയിച്ചു. ജെറുസലേമിലേക്ക് വഴി നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു, അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു.
അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇവിടെ ഈ 3-ാമത്തെ വിവരണത്തിനകത്ത് എല്ലാ ഡീറ്റെയിലും പറയുന്നുണ്ട്. എന്തെല്ലാം സംഭവിക്കാൻ പോവുക? വായിച്ചേ. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കും, വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, പരിഹസിക്കും, തുപ്പും, പ്രഹരിക്കും, വധിക്കും, ഉയർക്കും. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നേരത്തെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വധിക്കും, പ്രഹരിക്കും, തുപ്പും, ഏൽപ്പിച്ചു കൊടുക്കും, അവൻ ഉയർക്കും, 3-ാം ദിവസം ഉയർക്കും. എല്ലാ വിശദാംശങ്ങളും പറയുകയാണ്. അതായത് ക്ലിയറായിട്ട് കർത്താവ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് വിശദമായിട്ട് പറയാൻ തുടങ്ങി. എന്നോട് വായിക്കാം. ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് പറയുന്നത് വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അതാർക്കാ? റോമൻ പട്ടാളത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ സ്വജാതി അവനെ കൊല്ലാനായി വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്ന റെഫറൻസ് ആദ്യമായിട്ട് ശിഷ്യന്മാരോട് ഈശോ ഇവിടെയാണ് പറയുന്നത്. അവനെ വിജാതീയർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. ഹാൻഡഡ് ഓവർ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞാണ്. അവനെ ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിക്കുന്ന 3-ാമത്തെ പ്രവചനവും കർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു വരികയാണ്. മറ്റൊരു മുൻവിധികളും ഇല്ലാതെ വായിച്ചു വരുന്നൊരു വായനക്കാരന് ഇവിടെ എത്തുമ്പോൾ ഉറപ്പാവണം, ക്രിസ്തീയ യാത്ര ശിഷ്യത്വത്തിൻ്റെ യാത്ര മരണത്തിലേക്കുള്ള യാത്രയാണ്. നമുക്ക് സഹിക്കാൻ എന്തെങ്കിലും ഇല്ല എങ്കിൽ, എപ്പോഴും ഓർത്തിരിക്കണം, സഹിക്കാൻ എന്തെങ്കിലും ഇല്ല എങ്കിൽ നമ്മുടെ വഴിയിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സഹിക്കാൻ, യേശുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സഹിക്കാനുണ്ട്. അപ്പം സഹനം എന്ന് പറയുന്നത് ഈ യാത്രയിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന വണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുത്. എന്നിട്ട് അവിടെ പറയുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ പ്രതിയാണ് സഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ സന്തോഷിക്കണം. കാരണം അവൻ്റെ ആത്മാവ്, അതായത് മഹത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കും. കേട്ടോ, ഈ ഗ്ലോറിയിലേക്ക് പോവാൻ എന്താ വഴി? സഫറിങ് അല്ലാതൊരു വഴിയില്ല. മഹത്വീകരിക്കപ്പെടാൻ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വഴിയല്ലാതെ മറ്റൊരു വഴി ബൈബിള് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ എടുക്കണം? ഞാനിന്ന് നേരത്തെ പറഞ്ഞിരുന്നു, മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ നിലവിളികൾക്ക് ആശ്വാസമായിട്ടാണ്. റോമാ നഗരത്തിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട ആദിമ ക്രിസ്ത്യാനികൾക്ക് കരുത്ത് പകരാൻ മർക്കോസ് എഴുതിയ സുവിശേഷമാണിത്. അപ്പോൾ ആ പീഡിപ്പിക്കപ്പെട്ട ആ ജനതയോട് മർക്കോസ് പറയുകയാണ്, ഇതാണ് യേശു നടന്ന വഴി. ഇതേ വഴിയിലൂടെ നിങ്ങളും നടന്നാലേ നിങ്ങൾ മഹത്വത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെ ഒരു അവബോധം പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും, ഞങ്ങൾ ഏറ്റുവാങ്ങുന്ന ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ആക്ഷേപങ്ങൾ, അപഹാസങ്ങൾ, പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ എല്ലാം ദൈവമേ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവമേ മഹത്വമാക്കി മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തേജസ് വെളിപ്പെടാൻ അങ്ങ് നടന്ന സഹനത്തിൻ്റെ വഴി ഞങ്ങൾക്കങ്ങ് നൽകുന്നതോർത്ത് എല്ലാ വേദനകളെയും പ്രതി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.